ഒന്ന് രണ്ടുപേരും ഒന്ന് ഹായ് പറഞ്ഞേ. അപ്പോൾ ഗെയ്സ് ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കും ഇവർ രണ്ടുപേരും കാറിൻ്റെ പരസ്യം കാണിക്കാൻ വേണ്ടി നിർത്തിയേക്കണാണെന്ന്. അല്ല, ഈ രണ്ട് ടീമും കൂടെ ചെയ്ത പണി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇത് അനിയൻ്റെ വീടാണ്. ഈ രണ്ട് ടീമും കൂടെ ഇന്നലെ ഈ വണ്ടി കയറിയിരുന്ന് സ്റ്റാർട്ടാക്കാതെ താക്കോൽ മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്തു. അങ്ങനെ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയി. സ്റ്റാർട്ട് ചെയ്യാനൊരു മാർഗ്ഗവുമില്ല. അത്യാവശ്യത്തിന് വണ്ടി എടുക്കാൻ വന്നപ്പം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? പിള്ളേരല്ലേ, നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? നമുക്കിപ്പോൾ വേണമെങ്കിൽ രണ്ടടി കൊടുക്കാം, അതുകൊണ്ടൊന്നും സെറ്റാവില്ല. അവർ അറിയില്ലാൻ വേണ്ടി ചെയ്തു. നമ്മുടെ വണ്ടിയിലല്ല, പിന്നെ പുറം വണ്ടിയിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അനിയൻ ഇന്നലെ ഒന്നും പറഞ്ഞില്ല ഭാഗ്യത്തിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും കൂടെ തന്നെ ഈ വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനുള്ള രണ്ട് ഓപ്ഷൻ, ഒന്ന് ബാറ്ററി കടയിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വരണം, അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചപ്പം ഞങ്ങളുടെ വീട്ടിലിവിടെ ഇറക്കമാണ്. ഇതുണ്ടല്ലേ. അപ്പോൾ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഫ്രണ്ടിൽ കിടന്ന, ഞങ്ങളത് തള്ളി ഇവിടെ വരെ കൊണ്ടുവന്നു. അപ്പോൾ ഇതുണ്ടല്ലേ, നമുക്ക് ഏകദേശം ഇത് ഒരു ഇറക്കമാണ്. ഈ ഇറക്കത്തിൽ നമുക്ക് സെക്കൻഡിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഞങ്ങൾ വണ്ടി ഇവിടെ വരെ എത്തിച്ചു. ഇനി ഇത് മുന്നോട്ട് കയറ്റി ഞങ്ങൾക്ക് ഇറക്കത്തിൽ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ വീഡിയോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അനന്തകൃഷ്ണനാണ് വണ്ടി തള്ളുന്നത്, കൃഷ്ണവേണി വീഡിയോ എടുക്കുന്നു. അപ്പം വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഞങ്ങൾ പതുക്കെ അടവെച്ച് മുകളിലോട്ട് കയറ്റുകയാണ്. കണ്ടല്ലേ, ഇതിപ്പോൾ വണ്ടി ഫ്രണ്ടിലും ബാക്കിലും മാറിയ ദിവസേ ബാക്കിലും അടവെച്ച് ഞങ്ങൾ ഇവിടെ എത്തിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയും കൂടെ ഞങ്ങൾ ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. അതിനെ ഞങ്ങള് കുറച്ചുകൂടെ നീക്കി. അപ്പൊ ഞങ്ങളെ സഹായിക്കാൻ ഒരു അതിഥി എത്തി. അതിഥി ഇവളാണ്. ചുമ്മാ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വരെ തള്ളി കയറ്റിയപ്പോൾ വീഡിയോയിൽ പങ്കുചേരാനാണ് നിങ്ങൾ വന്നേക്കുന്നത്, ക്രെഡിറ്റ് എടുക്കാനായിട്ട്. ഞങ്ങൾ വിട്ട് പോട്ടെ. ശരി, ഓക്കെ. അപ്പൊ അടുത്തത് ഇവള് കള്ളപ്പണിയാണല്ലോ. അടയോ വണ്ടി അപ്പൊ അങ്ങനെ ഞങ്ങള് വണ്ടി പിന്നെയും കുറച്ചുകൂടെ നല്ല നീക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ പോകാനായിട്ട്. ഓക്കെ, അത് ഇങ്ങനെയാണ് അട വെക്കുന്നത്. അങ്ങനെ ഞങ്ങള് വീണ്ടും വണ്ടി അതില്ലേ കാണിച്ചു ഒരു ശകലം കൂടെ ഞങ്ങൾക്ക് ഒരിച്ചിരി കൂടെയാണ് പോകേണ്ടത്. അവിടെ എത്തുമോ? വണ്ടി എത്തി, അവിടെ എത്തി ഞങ്ങൾക്ക് ഇറക്കത്തിലോട്ട് സ്റ്റാർട്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ശരി, ഓക്കെ, നിങ്ങൾ വണ്ടി തള്ളാൻ പോകുക. അപ്പൊ ഞങ്ങൾ കുറെ കൂടെ നീക്കി സ്വല്പം കൂടി അതും കൂടെ ഉണ്ട്. ആ ഡാൻസ് കൂടെ. അപ്പൊ ഈ ഇന്നലെ എപ്പോഴല്ല പറയണ്ട. അപ്പൊ കിടവാ. അപ്പോ വണ്ടി ഇത്രയും തള്ളിയ സ്ഥിതിക്ക് ഇടവേള ആയതിന്റെ പേരിൽ ഞങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടെന്ന് കൂടെ കൃഷ്ണവേണി വീഡിയോ എടുക്കണം. എനിക്ക് പറയാനുള്ളത്, ഇനി മേലിൽ നീ വണ്ടി ഇതുപോലെ മ്യൂസിക് സിസ്റ്റോട്ട് നശിപ്പിക്കരുത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയുള്ള വണ്ടിയാണ്. ഓക്കെ, മൈൻഡ്. സജിതയ്ക്ക് പറയാനുള്ളത് എന്താണ്? ശരി, ഓക്കെ. അപ്പൊ നമ്മളെ വെച്ചോ കുട്ടിയിട്ടൊക്കെ ഇറങ്ങണ്ടായിരുന്ന. അപ്പൊ അടുത്തത് വീണ്ടും ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വണ്ടി തള്ളി
ഒരു അടയിൽ കയറ്റി. ഇനി റിസ്ക് ടൈമില്ല. ഇനി ചെറിയ പാടുണ്ട്. ഓക്കെ, റോഡിന്റെ നടുക്ക് ഇറക്കി വെക്കുമ്പോഴേക്കും മോളിൽ നിന്ന് വണ്ടി വരുന്നത് ഗൈസ്. അപ്പൊ അവരെ കൊണ്ട് ഇവിടെ തള്ളിപ്പിക്കും നമ്മള്. പോരെ, അവരെ കൊണ്ട് ഇവിടെ നമ്മൾ തള്ളിപ്പിക്കും. തള്ളാൻ ആളായില്ല അങ്ങനെ ആകുമ്പോ. ഓക്കെ, സ്റ്റാർട്ടായത് നിങ്ങൾ പിന്നെ സ്റ്റാർട്ടാക്കി നോക്കച്ചാ. വണ്ടി നമ്മളെ പറമ്പിൽ കൊണ്ടുവന്നത്. അല്ല, താഴെ പോകുമ്പോൾ സ്റ്റാർട്ടാവും. ഇനി അങ്ങോട്ടോ അപ്പുറത്തോട്ട് വേർക്കല്ല. നമുക്ക് വണ്ടി റിവേഴ്സ് കിട്ടിയാലും മതി. റിവേഴ്സ് കിട്ടിയാലും മതിയായിരുന്നു. റിവേഴ്സ് വേണ്ട, രണ്ട് ദിവസം. അപ്പൊ ഇങ്ങനെ നമ്മള് തള്ളിക്കഴിഞ്ഞാൽ ഓക്കെയാണോ? നേരെ പോട്ടെ, നമ്മുടെ വസ്തുവിലോട്ട് പോട്ടെ. കൃഷ്ണി കട്ട് ചെയ്ത് അപ്പുറത്തെ അപ്പോൾ ഞങ്ങൾ ഇവിടെ വരെ വണ്ടി എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇവിടുന്ന് താഴത്തോട്ട് തള്ളി സെക്കൻഡിലിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ കയറുകയാണ്. അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആകുന്നതാണ് നമ്മൾ ആളകത്തിരിക്കാതെ തള്ളിയത്. നമുക്ക് കല്ല് വെച്ച് ടയർ അടവെച്ച് നമ്മൾ കയറ്റിയത്. ഇനി അടുത്ത് വണ്ടി താഴത്തോട്ട് തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നോക്കാം സ്റ്റാർട്ട് ആവുമെന്ന്. എന്നാ ബാക്കിൽ പോയി ചെറുതായിട്ട് തള്ളു. ഏതേ ബാക്കിലോട്ടൊന്നൊരു കഥ പറഞ്ഞാണ്. വണ്ടി നീങ്ങട്ട് കിട്ടുന്നുണ്ടാ? എടുത്തോണേ.